ഡീപ്പസ്റ്റ് സീക്രട്സ് ഓഫ് ഭാരത് എന്ന മലയാളം ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം. നവരാത്രി ആശംസകൾ. ഇന്ന് നവരാത്രി 1-ാം നാൾ. ജയരാജ് മിത്രയുടെ നാവും നാരായവും, നവരാത്രി കഥകളും അക്ഷരശാസ്ത്രവും, അദ്ദേഹത്തിൻ്റെ വരികളിലൂടെ നമ്മൾ സഞ്ചരിക്കാം. ശൈലപുത്രി ധ്യാന ശ്ലോകം. വന്ദേ വാഞ്ചിതലാഭായ ചന്ദ്രാർദ്ധകൃതശേഖരാം വൃഷാരൂഢം ശൂലധരാം ശൈലപുത്രീം യശസ്വിനീം. നവരാത്രി 1-ാം നാൾ. ശൈലപുത്രി പ്രപഞ്ചത്തിലെ മൂർത്തമായതും ആദിത്യേതും ഉഗ്രവുമായ ഊർജ്ജരൂപമാണ് ആദിപരാശക്തി, പ്രപഞ്ചാത്മാവിൻ്റെ സ്ത്രീരൂപം. സർവദേവതകളുമുണ്ടായത് ഈ പരാശക്തിയിൽ നിന്ന്. അതുകൊണ്ട് തന്നെ ജഗദീശ്വരി അഥവാ വിശ്വമാത എന്നും വിളിക്കുന്നു. ഈ പരാശക്തിയുടെ വിവിധ ഭാവങ്ങൾ പ്രബലരായ ചില അസുരന്മാരെ കീഴ്പ്പെടുത്തിയതിൻ്റെ ഓർമ്മയും ആഘോഷവും ആചരണവുമാണ് നവരാത്രി കാലം. ഇനി ഓരോ ദിവസവും നമ്മൾ ആരാധിക്കുന്ന ദേവതയുടെ പേരും കഥയും തത്വവും ശാസ്ത്രവും ഒന്ന് ഓടിച്ചു നോക്കാം. ആദ്യ ദിനത്തിൻ്റെ ദേവത ശൈലപുത്രിയാണ്. ശൈലം എന്നത് പർവ്വതം. അപ്പോൾ ശൈലത്തിൻ്റെ പുത്രി ശൈലപുത്രി. ഹിമവാന്റെ അഥവാ പർവ്വതത്തിൻ്റെ മകൾ ആയതിനാൽ പാർവതി എന്നും പേര്. ശൈലപുത്രിയെപ്പറ്റി പറയും മുമ്പ് കഥയിലേക്ക് ഒന്ന് പോയി വരണം. ബ്രഹ്മാവിൻ്റെ മകനായ ദക്ഷൻ്റെയും, അതായത് ദക്ഷ പ്രജാപതി, പ്രസൂതിയുടെയും മകളായിരുന്നു സതി. ദക്ഷൻ്റെ മകളായതിനാൽ ദാക്ഷായണി എന്നും പേര്. സതി ശിവനെ ഭർത്താവായി കിട്ടാൻ ആഗ്രഹിച്ചു. ചുടലവാസിയും കാടനുമായ ശിവനെ മരുമകനായി അംഗീകരിക്കാൻ അച്ഛനായ ദക്ഷന് ഇഷ്ടമില്ലാഞ്ഞിട്ടും സതി ശിവനെ തന്നെ വിവാഹം ചെയ്തു. കാലങ്ങൾക്ക് ശേഷം ദക്ഷൻ ഒരു യാഗം നടത്തുന്നു. ദക്ഷൻ യാഗത്തിന് ഇഷ്ടമില്ല മരുമകനായ ശിവനെ മനഃപൂർവ്വം ക്ഷണിക്കുന്നില്ല. എന്നാൽ അച്ഛൻ നടത്തുന്ന യാഗത്തിന് പോകാൻ സതിക്ക് ആഗ്രഹം. അതത്ര നല്ലതാവില്ല എന്ന് ശിവൻ സതിക്ക് മുന്നറിയിപ്പ് കൊടുത്തു. എന്നാൽ പോകുന്നതിൽ നിന്നും തടഞ്ഞില്ല. സതി യാഗശാലയിൽ എത്തി. അവഗണനയും അപമാനവും കൂടാതെ തൻ്റെ ഭർത്താവായ ശിവനെ പരിഹസിച്ചു പറഞ്ഞ കുറ്റങ്ങളും കേട്ട് മനം നൊന്ത് സതി ജീവത്യാഗം ചെയ്തു. നിങ്ങളുടേത് എന്ന് അവകാശപ്പെടാനുള്ളത് എൻ്റെ ഈ ശരീരമാണ്, അതിനി എനിക്ക് വേണ്ട എന്ന് അച്ഛനും അമ്മയെയും മനസ്സിലാക്കിക്കാൻ എടുത്ത ഈ തീരുമാനത്തിൽ ശിവശക്തി ദേഹം വിട്ടിറങ്ങി. ശിവഭൂതങ്ങൾ ദക്ഷൻ്റെ തല അറുക്കുന്നതും യജ്ഞം പൂർത്തിയാക്കാൻ ആട്ടിൻ തല വച്ച് ദക്ഷനെ ജീവിപ്പിക്കുന്നതും കഥാഭാഗങ്ങളിൽ തുടർന്നു വരുന്നു. ശിവൻ സതിയുടെ ദേഹവും പേറി ഉലകം മുഴുവൻ ആർത്തനായി സഞ്ചരിക്കുന്നു. പ്രപഞ്ചേശ്വരൻ്റെ ഈ കോപവും താപവും പ്രപഞ്ചനാശത്തിന് തന്നെ കാരണമാകുമെന്നതിനാൽ വിഷ്ണു സുദർശന ചക്രത്താൽ സതിയുടെ ദേഹം കഷ്ണങ്ങളായി ചിതറിപ്പിക്കുന്നു. 51 കഷണമായ ശരീരഭാഗങ്ങൾ 51 വ്യത്യസ്ത ഇടങ്ങളിൽ പതിച്ചു. ദേവിയുടെ ദേഹം പതിച്ച ഈ സ്ഥലങ്ങളാണ് ശക്തിപീഠങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. പരാശക്തി തങ്ങളുടെ മകളായി ജനിക്കാൻ ഏറെ ആഗ്രഹിച്ചതും വളരെയേറെ പ്രാർത്ഥിച്ചതുമാണ് ഹിമവാനും ഭാര്യ മേനയും. അവരുടെ ആഗ്രഹപ്രകാരം സതി ഹിമാലയ പർവ്വതത്തിൻ്റെ മകളായി പുനർജനിക്കുന്നു. പർവ്വതരാജൻ്റെ മകൾ എന്ന അർത്ഥത്തിൽ പാർവതി എന്ന പേര്. ശൈലത്തിൻ്റെ പുത്രിയായതിനാൽ ശൈലപുത്രി എന്നും പേര്. ഹിമവാന്റെ മകളായതിനാൽ ഹൈമവതി എന്നും പേര്. ഇത്രയുമാണ് ശൈലപുത്രിയുമായി ബന്ധപ്പെട്ട കഥാഭാഗം.
ബ്രഹ്മാണ്ടവും പിണ്ഡാണ്ടവും ഒന്നു തന്നെയെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അങ്ങനെയാകുമ്പോൾ പുറത്തൊരു ശൈലപുത്രി ഉണ്ടെങ്കിൽ നമ്മുടെ അകത്തും ഭേദമില്ലാത്തൊരു ശൈലപുത്രി ഉണ്ടായിരിക്കും. ശരീരത്തിൽ ഈ ശൈലപുത്രി സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ മൂലാധാരത്തിലാണ്. അതായത് കുണ്ഡലിനി ശക്തിയാണ് ഈ ദേവത. നട്ടെല്ലിന് അടിയിലായി ഒരു സ്വയംഭൂലിംഗം ഉണ്ടെന്നും അതിൽ 3.5 ചുട്ടായി പത്തി താഴ്ത്തി സമാധിയിൽ കഴിയുന്ന നാഗരൂപമാണ് കുണ്ഡലിനി ശക്തിയെന്നുമാണ് ഭാരതീയ ശാസ്ത്രങ്ങൾ പറയുന്നത്. ഇടനാഡിക്കും പിംഗളനാഡിക്കുമൊപ്പം ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്നു. ഏതുതരം ഉപാസനയും ഈ മൂലാധാരത്തിൽ നിന്നും തുടങ്ങണം. അതായത് ഇതാണ് തുടക്കം, 1-ാം ഘട്ടം അഥവാ ആദ്യ നാൾ. ക്ഷമയുടെ പ്രതീകമാണ് ഈ ദേവത. ദേവതയെ നമുക്ക് ഉണർത്താനായാൽ, ഈ ശക്തി ഉണർന്നാൽ ആ ശക്തി എത്രയെന്ന് പറയാനാവില്ല. 1-ാം ദിവസത്തെ പൂജകൾ ശൈലപുത്രിക്കുള്ളതാണ്. മൂലമായതിനാൽ പ്രകൃതി തന്നെയാണ് ശൈലപുത്രി എന്നും പറയാം. പ്രകൃതിയുടെ ശക്തി ഉണർന്നാൽ ഒന്നുകിൽ ആനന്ദ നടനം അല്ലെങ്കിൽ പ്രചണ്ഡ നടനം. ഇതുതന്നെയാണ് മൂലാധാര ശക്തി ഉണർന്നാലും സംഭവിക്കുക. ഒന്നുകിൽ അനന്ത നിർവൃതി അല്ലെങ്കിൽ ഉന്മാദം. സമാധിയിൽ നിന്നും നിസ്സംഗതയിൽ നിന്നും ഉണർന്ന് അവൾ പിതാവിനടുത്തു നിന്നും തൻ്റെ പ്രിയപുരുഷനായ ശിവനിലേക്ക് നട്ടെല്ലിലൂടെ ശരീരത്തിലെ പത്മങ്ങൾ കടന്ന് യാത്ര ആരംഭിക്കുന്നു. ശൈലപുത്രി പ്രചോദനത്തിൻ്റെ ദേവതയാണ്, മൂലാധാര ശക്തിയാണ്. ശരിക്കുമുള്ള ശക്തിയിലെത്താൻ ക്ഷമയോടെ കാത്തിരിക്കേണ്ടതെങ്ങനെയെന്ന് പഠിപ്പിക്കുന്ന ദേവതയുമാണ്. ശൈലപുത്രിയെ തൻ്റെ പുരുഷനിലേക്ക് ചെല്ലാൻ നമ്മൾ പ്രചോദിപ്പിച്ചാൽ പിന്നെ അവൾ നമുക്കും പ്രചോദനമരുളുന്ന ദേവതയായി മാറുന്നു. മൂലാധാര ചക്രമുണർന്നാൽ യഥാർത്ഥ അറിവിലേക്കുള്ള യാത്ര ആരംഭിക്കുമെന്നർത്ഥം. ഉത്തർപ്രദേശിലെ കാശി അഥവാ ബനാറസ് അഥവാ വാരണാസിയിൽ മർഹിയാഘട്ടിൽ ശൈലപുത്രിയുടെ ക്ഷേത്രമുണ്ട്. ഈ ദേവതയുടെ വലം കൈയിൽ ത്രിശൂലവും ഇടം കൈയിൽ താമരയുമാണ്. കാളയാണ് വാഹനം. ഈ ദേവതയെ പ്രാർത്ഥിച്ചാൽ ചന്ദ്രനുമായി ബന്ധപ്പെട്ട എല്ലാ ദോഷങ്ങളും മാറുമെന്ന് വിശ്വസിക്കുന്നു. കേരളം മുഴുവൻ വൈദ്യുതി പകരാൻ നിർമ്മിച്ച ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിന് മൂലമറ്റം എന്ന് പേരിട്ട പണ്ഡിതനെ ഞാൻ നമിക്കുന്നു. ജലത്തിൽ ഉറങ്ങിക്കിടന്ന ശക്തിയെ ഉണർത്തി നല്ലതിനും കെട്ടതിനും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന അനന്ത സാധ്യതയുള്ള വൈദ്യുതിയാകുന്ന ഇടം അങ്ങനെ കേരളത്തിലെ മൂലമറ്റം ആകുകയായിരുന്നത്രേ. ബ്രഹ്മചാരിണി എന്ന 2-ാം ദേവതയുടെ കഥ അടുത്ത അധ്യായം. നന്ദി, നമസ്കാരം, ഹരി ഓം.